ഈ സിഗ്നലുകൾ ഇന്നലെ അമ്മ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. അമ്മ പറഞ്ഞത് ആദ്യം മണ്ണിട്ട സ്ഥലം, അതായത് ഈ പുഴയോട് ചേർന്നുള്ള ഒരു കുഴിയുള്ള സ്ഥലമാണ്, അവിടെയാണ് അവർ ആദ്യം കൊണ്ടുപോയി മണ്ണിട്ടത്. അവിടെ നോക്കിയില്ല എന്ന പരാതി കുടുംബം പറഞ്ഞിരുന്നു. ഇന്നലെ അമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ ആ ഭാഗത്തെ കൂടി മണ്ണ് നീക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെയാണോ ഇപ്പോൾ ഈ മണ്ണ് നീക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെ അഭിലാഷ്, ആ പ്രദേശത്ത് തന്നെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. അത് തീരത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇപ്പോൾ പുഴയോരം എന്ന് നമുക്ക് പറയാവുന്ന വിധത്തിൽ താഴെ നിന്ന് മണ്ണുമാന്തി യന്ത്രം അതിൻ്റെ കൈകൾ വച്ചുകൊണ്ട് ഓരോരോ അടരുകളായി അത് ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 40 അടി താഴത്തിൽ, 40-50 അടി താഴത്തിൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പ്രദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റയടിക്ക് 50 അടി താഴത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ അടരുകളായി, ഓരോ മണ്ണട്ടികളായി മാറ്റിക്കഴിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ലോഹ സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിധത്തിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ശ്രീധരൻ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം, യന്ത്ര സംവിധാനങ്ങളെ കാര്യമായി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്ന വിധത്തിലാണ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. കരസേനയുടെയും നാവികസേനയുടെയും വൈദഗ്ധ്യം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ആ വിധത്തിൽ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആദ്യ ദിവസം ഉണ്ടായിരുന്ന സംശയം ലോറി പാർക്ക് ചെയ്തിരുന്ന ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകാം എന്നുള്ളതായിരുന്നു. എങ്കിൽ അതുകൊണ്ടായിരിക്കാം മൊബൈൽ റിങ് ചെയ്തത് എന്നതടക്കമുള്ള സംശയങ്ങളും ആ വിധത്തിലുള്ള വലിയ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മണ്ണാണ് ആദ്യം മാറ്റിയത്. അത് പക്ഷേ മാറ്റിയിട്ട ഭാഗത്ത് ആയിരിക്കാം എന്ന് വീണ്ടും ആ വിധത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം നടക്കുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടതുവശത്ത് നിന്ന് ഈ മല അപ്പാടെ കുത്തിയൊലിച്ച് ഗംഗാവലി പുഴയിലേക്ക് പതിച്ച് ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു 200 മീറ്ററോളം വീതിയിലാണ് പുഴ ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നിരുന്നത്. ആ അത്രയും പ്രളയം തന്നെ, കുത്തൊഴുക്ക്, വലിയ നീരൊഴുക്കുള്ള ആ പുഴയുടെ മറുവശത്തുള്ള വീടുകൾ പോലും തകർന്നുപോയി എന്ന വിധത്തിൽ അത്രയും വലിയ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ വിധത്തിലുള്ള ഒരു മലയിടിച്ചിലാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീധരൻ, എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ കുറെ കൂടി ആളുകൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ കോടതി കാര്യങ്ങൾ എന്തൊക്കെ ശ്രീധരൻ പറഞ്ഞിരുന്നു? കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ മിഷനെ കുറിച്ചൊക്കെ ഒരു ഹർജി പോയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഏതായാലും ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. ഈ കാര്യത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഈ ഹർജി പരിഗണിച്ചത്. ഏതായാലും ഒരു നിർണായകമായിട്ടുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഒരു കോടതി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വരുന്നുണ്ട്.